ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇത് നമ്മളിപ്പോൾ ഉള്ളത് അമ്മാമ്മൻ്റെ അച്ചാച്ചൻ്റെ വീട്ടിലാണ്. അതിലുള്ള ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വീടിനെ പറ്റിയും ചെടികളെ പറ്റിയൊക്കെയാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റ് ചെടികളെ പറ്റിയൊക്കെ പറയാം കേട്ടോ. പിന്നെ അമ്മാമ്മയ്ക്ക് കുറച്ച് കൃഷി പച്ചക്കറിയൊക്കെ കുറച്ച് കൃഷികളുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കുറച്ച് ചെടിയും കൃഷിയും ഒക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതൊക്കെ അമ്മാവന് ഓരോ ചെടികളാണ്, ഹാങ്ങിങ് പ്ലാന്റ്സ്. പിന്നെ അങ്ങനെ ഓരോ തൂക്കിയിട്ടേക്കുന്ന ഓരോ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് ഗായ്സ് ഞങ്ങളടുത്ത അമ്മ. ഞാൻ പറയാം കുറേ കൃഷികളുണ്ട് അമ്മാമ്മയ്ക്ക്. അതിലൊന്നാണിത്. അമ്മാമ്മയ്ക്ക് 2 ക്യാബേജിൻ്റെ കൃഷി ഉണ്ട് കേട്ടോ. കണ്ടോ? ഇവിടെ നമുക്ക് ഇവിടെയും അവിടെയും ഒരു കുറച്ച് ചീരകളുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ക്യാബേജ്. പച്ചക്കറി കൃഷികളാണ് കേട്ടോ. ഇതൊക്കെ ചീരകളാണ്. ഞാൻ പറഞ്ഞതുപോലെ ഇതൊക്കെ ചീരകളാണ്. ഇതൊക്കെ ചീരകളാണ് കേട്ടോ. നോക്കിക്കോളൂ, ആ പിങ്ക് തണ്ടൊക്കെ ഉള്ളത് ആ ചീര തന്നെയാണ് കേട്ടോ. ഇവിടെ പയർ കൃഷി ഉണ്ട് ഗായ്സ്. ഇവിടെ പാമ്പിന്റെ ശല്യം ഒഴിവാക്കാനായിട്ട് പരിസരമൊക്കെ വൃത്തിയാക്കുകയാണ് ഗായ്സ്. അമ്മാമ്മനെ ഞാൻ വേറെ വീഡിയോ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയാണ് ഈ അമ്മാമ്മ. നിങ്ങൾക്ക് എൻ്റെ അമ്മാമ്മനെ ഇഷ്ടപ്പെട്ടോ? ഇനി ഇവിടുത്തെ കൃഷികളൊക്കെ ഉണ്ട്, കാണിച്ചു തരാം. ഇത് കോവയ്ക്ക കൃഷിയാണ് ഗായ്സ്. നിങ്ങൾക്ക് എൻ്റെ കോവയ്ക്ക കൃഷി ഇഷ്ടമായോ? ഞാൻ വരുമ്പോഴത്തേക്ക് ഇവരെല്ലാം വിളിക്കും. അപ്പോൾ ഗായ്സ് നിങ്ങൾക്ക് ഞാനൊരു ചെറിയ കോമഡി പറഞ്ഞത്. ആ കോമഡി എന്താണെന്ന് വെച്ചാൽ ഇവിടെ അമ്മാമ്മയ്ക്ക് കുറേ പൂക്കളുണ്ട്. ഞാൻ പറഞ്ഞ ഒരു ചെറിയ കൃഷികൾ മാത്രമല്ലാതെ ആ പൂക്കളൊക്കെ ഞാൻ വൈകുന്നേരം സന്ധ്യ 6 മണിയാകുമ്പോൾ നമ്മൾ വിളക്ക് കത്തിക്കാറുണ്ട് എല്ലാവരും. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ വിളക്ക് കത്തിക്കുമ്പോൾ എല്ലാവരും ഒരു ചെമ്പരത്തി പറിച്ചിട്ടാണ് വെക്കുക. പക്ഷെ ഞാൻ അങ്ങനെയല്ല കേട്ടോ. അത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഞാൻ എന്തായാലും അവിടെ ഇതിലുള്ള എല്ലാ പൂക്കളും മാക്സിമം പറിച്ച് തീർക്കും. എന്നിട്ടാണ് നമ്മൾ വിളക്ക് കൊടുക്കുന്നത്. വൈകുന്നേരം ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഗായ്സ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ചെടി നമ്മളെ വീട്ടിൽ കുറേ സ്ഥലത്തുണ്ട്. പക്ഷെ ഈ ചെടി പേരെന്താന്ന് നമുക്ക് അറിഞ്ഞൂടാ. അത് മാത്രം ഒരു കോമഡിയാണ് കേട്ടോ. ഈ ചെടി എന്താ ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. പക്ഷെ എൻ്റെ പേര് നിങ്ങൾക്ക് ഇതിൻ്റെ പേരറിയാമെങ്കിൽ കമൻറ്റിൽ പറയണേ. നിങ്ങൾക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഗായ്സ് ഇതാണ് നമ്മൾ ചെമ്പരത്തി അങ്ങനത്തെ ഓരോ പൂക്കളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ ഭയങ്കര കൃഷികളാണ്. ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട്. പല ചെടികളുണ്ട്. എവിടെ നോക്കിയാലും ഓരോ പൂക്കളും ഓരോ കൃഷികളുമാണ് കേട്ടോ. അമ്മ എപ്പോഴും കൃഷി ചെയ്തുകൊണ്ടിരിക്കും. ഭയങ്കര ഇവിടെ എപ്പോൾ നോക്കിയാലും കൃഷിയാണ്. എവിടെ നോക്കിയാലും ചെടിയാണ്, പൂക്കളാണ്. നിങ്ങൾക്ക് ഞാൻ ഇനി കാണിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഒരു ഫ്ലവേഴ്സാണ് കേട്ടോ. ഇപ്പം ഞാൻ കുറേ വെജിറ്റബിൾസാണ് കളിച്ചത്. കുറച്ച് ഫ്ലവേഴ്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ ഗായ്സ്,
ഇവിടെ നല്ല പോലെ പിടിച്ചു നിൽക്കും കേട്ടോ. വരുമ്പോ നമുക്ക് എവിടേക്ക് ഫ്ലവേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഗായ്സ് ഈ പൂ. നമുക്കൊക്കെ അറിയാവുന്നതാണ്, എല്ലാ വീട്ടിലും ഉണ്ടാവും ഈ പൂ കേട്ടോ. കടലാസ് പൂ. ഓക്കെ, അടുത്ത പൂ കാണിക്കാം. ഇനി അടുത്ത നമുക്ക് ചെമ്പരത്തി കാണിക്കാം. ചെമ്പരത്തി വരൂ ഗായ്സ്. ചെമ്പരത്തി ഉണ്ടോ ഗായ്സ്? ഇത് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ചെമ്പരത്തിയാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ അതിനെ കാണാൻ. ഇഷ്ടമായോ? ഇത് തെച്ചുപ്പൂവാണ് ഗായ്സ്. ഇതിന്റെ പല കളേഴ്സ് ഉണ്ട്. മഞ്ഞ ഉണ്ട്, അങ്ങനത്തെ പല കോപ്പുണ്ട്, ഓറഞ്ച് ഉണ്ട്, അങ്ങനത്തെ പല കളേഴ്സ് ഉണ്ട്. ഇത് വേറെ ഒരു പൂവാണ്. ചെടീനെ പോലെ തന്നെ ഈ ഒരു ചെടീന്റെ പേര് ഞങ്ങൾക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ചെടീന്റെ പൂവിന്റെ ചെടി നോക്കൂ ഗായ്സ്. എന്തോരം പൂക്കളല്ലേ, കണ്ടാലും തീരത്തില്ല. ചക്കൻ പൂക്കളാണ് ഇവിടെ. ഇതിനൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ഒരു പൂവും ഇവിടെ ഒരു പർപ്പിൾ കൂസാണ് ഇവിടെ ഉള്ളത്. പൂസ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെ, നിങ്ങളിപ്പോൾ ഞാൻ പറയേണ്ട കാര്യമില്ല. ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണേ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ.